ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സാമുവൽ ബിനു. ഞാൻ ആലുവ കാൽവരി ബാപ്റ്റിസ്റ്റ് ചർച്ച് സഭാംഗമാണ്. ജേണി ത്രൂ ദി സാംസിൻ്റെ 63-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 39-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. 39-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. യദൂദൂൻ എന്ന സംഗീത പ്രമാണിക്ക് എന്ന് ഇതിൻ്റെ ശീർഷകത്തിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ നമ്മുടെ ധ്യാനത്തോടുള്ള ബന്ധത്തിൽ 2 ഭാഗങ്ങളാക്കി തിരിക്കാം. 1 മുതൽ 3 വരെയുള്ള ആദ്യ ഭാഗത്ത് ദുഷ്ടന്റെ മുമ്പാകെ പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിക്കുമെന്ന തീരുമാനം എടുത്തിരിക്കുന്ന സങ്കീർത്തനക്കാരനായ ദാവീദിനെ നമുക്ക് കാണാൻ കഴിയും. ദാവീദിൻ്റേത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തീരുമാനമാണ്. തന്റെ വാക്കുകളിലൂടെ ദൈവത്തിന് അപമാനം ഉണ്ടാകാതിരിക്കാനായി തന്നെ സൂക്ഷിക്കുന്നതായ ദാവീദിന്റെ ശ്രമത്തെ 1-ാം വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് പറയുന്നതിലൂടെ മറ്റുള്ളവരുടെ മുമ്പാകെയുള്ള തന്റെ പ്രവൃത്തിയെയും എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് പറയുന്നതിലൂടെ തന്റെ സംസാരത്തിലൂടെയും പാപം ചെയ്യാതെ മറ്റുള്ളവരുടെ മുമ്പാകെ നല്ലൊരു സാക്ഷി ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന ദാവീദിനെ കാണാൻ കഴിയും. 2-3 വാക്യങ്ങളിൽ തന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ച് നാവെടുത്ത് സംസാരിക്കുന്ന തരത്തിൽ ദാവീദിന്റെ സങ്കടം പൊങ്ങി വന്നതായി പറയുന്നു. തുടർന്ന് താൻ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഗമാണ് താഴോട്ടുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണ് ഇതിന്റെ 4, 5, 6 വാക്യങ്ങൾ. മനുഷ്യന്റെ ജീവിതത്തെയും അവന്റെ ആയുസിന്റെ ശരീരത്തെയും കുറിച്ച് ഈ 3 വാക്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 4-ാം വാക്യത്തിൽ യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ എന്ന് ദാവീദ് ദൈവത്തോട് പറയുന്നു. മനുഷ്യ ജീവിതത്തിന്റെ ബലഹീനതയെ കുറിച്ച് നന്നായി അറിയാമായിരുന്ന ദാവീദ് ജീവിതത്തിന്റെ അർത്ഥവും ഉദ്ദേശവും എന്താണെന്ന് എന്നെ മനസ്സിലാക്കി തരണമേ എന്നാണ് ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ 5, 6 വാക്യങ്ങളിൽ നാം കാണുന്നത് ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന്റെ ചുരുങ്ങിയ അവസ്ഥയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ കാലത്താണെങ്കിലും ഒരായുസ് മുഴുവനും മനുഷ്യൻ അധ്വാനിച്ച് സമ്പാദിക്കുന്നു. അത് ആരനുഭവിക്കുമെന്ന് അറിയാത്ത അവസ്ഥയിൽ അവന്റെ ജീവിതം അവസാനിക്കുന്നു. ഇന്നും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ സങ്കീർത്തനക്കാരനായ ദാവീദ് വലിയ പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് തന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ പഠിക്കാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിച്ച വചനത്തിന്റെ മുമ്പാകെ നമുക്ക് ഒന്ന് ശോധന ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. വാസ്തവമായി നാം ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശം അറിഞ്ഞാണോ ജീവിക്കുന്നത്? ദാവീദിനെ പോലെ കർത്താവിനെ കാത്തിരുന്ന് പ്രത്യാശയോടെയാണോ നാം ജീവിക്കുന്നത്? ഇല്ലെങ്കിൽ ഇന്നത്തെ വചനക്കേൾവി നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ച വചനത്തിനായി മുമ്പാകെ ഞങ്ങളെ തന്നെ തരുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ പ്രത്യാശയുള്ളവരായി കർത്താവിനെ കാത്തിരുന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എത്രയോ ക്ഷണികന്മാരാണ്. ഞങ്ങളെ അങ്ങ് അത് ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ഈ ലോകത്ത് അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ അങ്ങയുടെ മഹത്വത്തിനായി ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.